അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും അതുപോലെ ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾക്കൊക്കെ നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൂത്തികൾ അമേരിക്കക്കും ഇസ്രയേലിനും ചെറിയ തലവേദനയൊന്നുമല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ഇപ്പോൾ അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിന്റെ കമാൻഡറാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വലിയ ആശങ്കയാണ് ഹൂത്തികളുടെ ആക്രമണത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വളരെ ചെലവ് കുറഞ്ഞ വൺ വേ ഡ്രോണുകളാണ് ഹൂത്തികൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ ഹൂത്തികളുടെ ഡ്രോണുകളെ നശിപ്പിക്കാൻ വേണ്ടി, അതിനെ നിർവീര്യമാക്കാൻ വേണ്ടി അമേരിക്ക വലിയ ചെലവ് വരുന്ന മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നതാണ് ഇസ്രയേലിനെയും അമേരിക്കയും ഏറെ കൂടുതൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. അദ്ദേഹം തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി പറയുകയാണ്. Our adversaries use $10,000 one-way drones that we shoot down with $2 million missiles. That cost-benefit curve is upside down. അദ്ദേഹം പറയുന്നത് $10,000 മാത്രം ചെലവ് വരുന്ന ചില ഡ്രോണുകളാണ് ഈ ഹൂത്തികൾ വളരെ കൃത്യമായി അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ $10,000 വരുന്ന ഈ ഡ്രോണുകളെ നശിപ്പിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്നത് $2 മില്യൺ വരുന്ന മിസൈലുകളാണ്. നമുക്കറിയാം, താഡ് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകളെല്ലാം വലിയ കോസ്റ്റ്ലിയാണ്. അത്രയും വലിയ ചെലവ് വരുന്ന മിസൈലുകളാണ് ഇതിനെ തകർക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും ഉപയോഗിക്കുന്നത്. അമേരിക്കൻ മിസൈൽ കേന്ദ്രങ്ങൾ ഊറ്റിക്കുടിക്കുകയാണ് ഹൂത്തികൾ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്കയിലെ തന്നെ വിദഗ്ധരായ ആളുകൾ കണക്കുകൂട്ടുന്നത് പ്രകാരം ഹൂത്തികൾക്കെതിരെ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളൊന്നും അമേരിക്ക ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം തന്നെ യമനിലെ അൽ ജോഫ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട MQ-10 റീപ്പർ എന്നറിയപ്പെടുന്ന ഡ്രോണാണ് ഈ ഹൂത്തികൾ തകർത്തിരിക്കുന്നത്. ഈ ഡ്രോണിന് വരുന്ന ചെലവ് ഏകദേശം $33 മില്യൺ. ഇങ്ങനെയുള്ള 18ാമത്തെ ഡ്രോണാണ് ഹൂത്തികൾ തകർക്കുന്നത്. അമേരിക്ക ഹൂത്തികളുടെ രഹസ്യ കേന്ദ്രങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ ചാര ഡ്രോൺ ഉപയോഗിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഇതിലുണ്ട്. ആക്രമിക്കാൻ ആവശ്യമായ മിസൈലുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരപ്രവൃത്തിക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഈ ഡ്രോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു സ്റ്റെൽത്ത് ഡ്രോൺ ആണ് എന്നതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഈ ഡ്രോണുകളെ 18ാമത്തെ ഡ്രോണിനെയും ഹൂത്തികൾ തകർത്തിരിക്കുകയാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ച അടുത്ത ശനിയാഴ്ച ഒമാനിൽ വെച്ച് ചേരുമെന്നാണ് ട്രംപ് ഭരണകൂടം അറിയിക്കുന്നത്. ഇറാന്റെ ന്യൂക്ലിയർ ആയുധങ്ങളും അതുപോലെ തന്നെ മിസൈൽ പ്രൊഡക്ഷനും തന്നെയായിരിക്കും ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം ലിബിയയിൽ 2003 നടത്തിയ കരാറ് പോലെ ഇറാനെ ഇല്ലാതാക്കാമെന്ന് ഒരിക്കലും തന്നെ അമേരിക്ക കരുതേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു കരാറിനെ കുറിച്ച് അമേരിക്ക ചിന്തിക്കുന്നുവെങ്കിൽ അത് കേവലം സ്വപ്നം മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ സുരക്ഷയ്ക്ക് വേണ്ട ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാനും ഇറാൻ തയ്യാറാവുകയില്ല എന്ന് ഇറാനും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ഇറാൻ അമേരിക്ക ഉദ്ദേശിച്ച രൂപത്തിലുള്ള കരാറുകളിൽ ഒപ്പുവെക്കാൻ തയ്യാറല്ല എങ്കിൽ അതിശക്തമായ രൂപത്തിലുള്ള ഭയാനകമായ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടാൻ ഇറാൻ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതേസമയം അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം അങ്ങനെയുള്ള ഒരു ചർച്ചയൊന്നും ഇപ്പോൾ പരസ്പരം അമേരിക്കയും ഇറാനും തമ്മിലില്ല. ഒരു കേവല മീറ്റിംഗ് മാത്രമാണ് ഉള്ളത്. അതേസമയം നേരിട്ടുള്ള ഒരു ചർച്ചയുടെ കാര്യങ്ങളെക്കുറിച്ച് ഈ മീറ്റിംഗിലായിരിക്കും ഒരുപക്ഷെ തീരുമാനമുണ്ടാവുക. ഏതായിരുന്നാലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുക എന്ന് തന്നെയാണ് അമേരിക്കയും ഈ ഘട്ടത്തിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറാണ് എന്ന് ഇറാനും പറഞ്ഞ സ്ഥിതിക്ക് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇവിടെ മുന്നിൽ നിലനിൽക്കുന്നത്. ഒരു കാരണവശാലും അമേരിക്ക ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ തയ്യാറാവുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വന്നാൽ അതൊരു യുദ്ധത്തിലേക്ക് തന്നെ എത്തുമെന്നുള്ള ആശങ്ക ഇവിടെ നിലനിൽക്കുകയാണ്.